സീതാർകുണ്ടിന് ഈ പേര് വന്നതുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഈ പ്രദേശത്ത് ഒരു വലിയ കുണ്ട് ഉണ്ടെന്നാണ്. കുണ്ട് എന്നാൽ ചെറിയ കുളം എന്നാണ് അർത്ഥം. സീതാദേവി ഭൂമി പിളർന്ന് ഇറങ്ങിപ്പോയി എന്നാണല്ലോ വിശ്വാസം. അത്രയും ആഴമുള്ള ഒരു കുണ്ടാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നത് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ മലമ്പ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാനായി ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേര് സീതയാർ എന്ന് ലോപിച്ച് സീതാർകുണ്ട് എന്നായി മാറി. സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. ഇങ്ങനെ എത്ര പറഞ്ഞാലും വിവരിച്ചാലും മതിവരാത്ത അസുലഭമായ ഒരു അനുഭവമായി സീതാർകുണ്ട് വെള്ളച്ചാട്ടം. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നന്നായി ആസ്വദിച്ചു. ഇവിടെ വരാത്തവർ ഇനി വരികയും വന്നവർ വീണ്ടും വീണ്ടും വരികയും ചെയ്യുക. ഇതുകൂടി പറയാതെ പോകാൻ വയ്യ. പാറയിലിരുന്ന് കാലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ നിറയെ മീനുകൾ വന്ന് കൊത്തുന്നുണ്ടാവും. അതൊരു അനുഭവം തന്നെയാണ്. ഈ പ്രകൃതി എന്തെല്ലാമാണ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അവയെ നശിപ്പിക്കാതെയും മലിനമാക്കാതെയും അടുത്ത തലമുറയ്ക്കായി നൽകുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളുമായി ഇനിയും വരാം. നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ.